സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ നിങ്ങൾക്കൊന്നും ലഭിക്കാൻ കഴിയുകയില്ല. എല്ലാം കൊടുക്കുന്നത് ദൈവമാണ്. എല്ലാ നല്ല ദാനങ്ങളും നമുക്ക് ലഭിക്കുന്നത് സ്വർഗത്തിൽ നിന്നാണ്. ദൈവമാണ് നന്മകളുടെ ഉറവിടം. സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ നമുക്കൊന്നും ലഭിക്കാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം തൻ്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. നമ്മുടെ ദൈവം നന്മയുടെ ഉറവിടമാണ്. വെളിച്ചത്തിൻ്റെ, കരുണയുടെ, ആശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ശക്തിയുടെ ഉറവിടമാണ്. ഇന്ന് പകൽ നാം ദൈവത്തിൻ്റെ അടുക്കലാണ് വരേണ്ടത്. നമ്മെ അനുഗ്രഹിക്കുന്നതും നിറയ്ക്കുന്നതും ദൈവമാണ്. നമ്മെ ജീവിപ്പിക്കുന്നതും എഴുന്നേൽപ്പിക്കുന്നതും ദൈവമാണ്. ദൈവമാണ് നമ്മെ സൗഖ്യമാക്കുന്നത്. ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. തിരുവചനം പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളും. ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ ദൈവം ഉത്തരമരുളും. തിരുവചനം നമുക്ക് നൽകുന്ന വെളിച്ചമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവാം ദൈവത്തോട് അപേക്ഷിക്കുന്നത് ദൈവം നിങ്ങൾക്ക് ചെയ്തു തരും. പ്രിയപ്പെട്ടവരെ, നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമുക്ക് ഔദാര്യമായി നൽകുന്ന ദൈവത്തോട് യാചിക്കണം. നിങ്ങളുടെ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തോട് യാചിക്കണം. സംശയിക്കാതെ യാചിക്കണം. ഇവിടെ നാം തിരിച്ചറിയേണ്ട ഒരു മർമ്മം, ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുന്നത് വിശ്വാസത്തോടെയാണ്. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനോ കഴിയുന്നതല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ദൈവത്തോട് യാചിക്കാം, ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ കർത്താവായ യേശുവിന് പോലും ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു ഉത്തരം ലഭിച്ച വഴി എന്താണെന്ന് തിരുവെഴുത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവരോട് ഉറച്ച നിലവിളിയോടെ, കണ്ണുനീരോടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ദൈവത്തോട് യാചിക്കാം. എന്നോട് കരുണയുണ്ടാകണമേ എന്ന് ദൈവത്തോട് പറയാം. എന്നോട് കൃപയുണ്ടാകണമേ എന്ന് ദൈവത്തോട് പറയാം. യഹോവേ, എന്നെ സൗഖ്യമാക്കണമേ, എന്നാൽ എനിക്ക് സൗഖ്യം വരും എന്ന് ഭക്തൻ പറഞ്ഞതുപോലെ നമുക്ക് പറയാം. ദൈവത്തെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ ദൈവത്തിന് സ്വസ്ഥത കൊടുക്കരുത്. ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തുവോളം, നമ്മെ അനുഗ്രഹിക്കുവോളം ദൈവത്തെ ഓർപ്പിച്ചു കൊണ്ടിരിക്കണം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. അതെ, അവൻ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് പകൽ തിരിച്ചറിയുക, എല്ലാ ദാനവും ഉയരത്തിൽ നിന്നാണ്. നമ്മെ നിറയ്ക്കുന്ന ദൈവമാണ്. അവൻ്റെ നിറവിൽ നിന്നാണ് നമുക്കെല്ലാവർക്കും കൃപ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്തോടെ കടന്നു വരാം, പ്രത്യാശയോടെ കടന്നു വരാം. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉത്സാഹത്തോടെ, ആവേശത്തോടെ കടന്നു വരാം. ദൈവത്തിൽ നിന്ന് പ്രാപിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.